അടുത്ത 2015 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi വണ്ടി, വെറും 54,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2018 മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക്, 2018 മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക് വണ്ടി. 2023 റെനോൾട്ട് ട്രൈബർ RX6 ഫുൾ ഓപ്ഷൻ വണ്ടി. 2020 മോഡൽ ബ്രസ LXi കൺവേർട്ട് ചെയ്ത് ZXi, അതായത് അലോയ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് കയറ്റിയ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഡിക്സൺ ബ്രോയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇൻഡസിലാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചന്ദനത്തോപ്പ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇയർ എൻഡിയും ബേസ് ചെയ്തുള്ള വണ്ടികളാണ് കിടക്കുന്നത്. അത്യാവശ്യം കുറച്ച് പുതിയ സ്റ്റോക്കും എന്നാൽ കുറച്ച് പഴയ സ്റ്റോക്കും കിടപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 10-15 വണ്ടി എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ഇവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുവിധം വിലയുള്ള വണ്ടികളുണ്ട്, അല്ലാത്ത വണ്ടികൾ കാണും. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഏകദേശം നിങ്ങൾക്കൊക്കെ ഉതകുന്നൊരു ഈ വർഷാവസാനം ബേസ് ചെയ്തൊരു വണ്ടിയൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉതകുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമസ്കാരം ഡിക്സൺ ബ്രോ. ഹായ്. ഹായ്. അപ്പോൾ വർഷാവസാനത്തെ അവസാന വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഞാൻ. അപ്പോൾ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് ഇന്ന് കിടക്കുന്നത്? നമ്മുടെ ഒരു 60 രൂപ അറിഞ്ഞ് സ്റ്റാർട്ടിങ് വണ്ടി കിടപ്പം. നമ്മൾ 60 രൂപ. ഓക്കെ. അപ്പം സാധാരണക്കാർക്ക് കാണാടേ ആ രീതിയിലുള്ള വണ്ടികളുണ്ട്. അപ്പം നമ്മൾ ഇന്നേ ഇപ്പം ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു കുറച്ച് വണ്ടികൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത് കിടപ്പുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞൊരു 8 പിന്നെ പുതിയ ഇപ്പോൾ വന്നെന്ന് പറയുന്ന ഒരു 10 വണ്ടി അടുപ്പിച്ചാണ് ആ വണ്ടികളും കൂടി ചേർത്തൊരു വീഡിയോ കൊച്ചൊരു വീഡിയോ. ഓക്കെ. അപ്പം ലാസ്റ്റ് വണ്ടികൾ ഏകദേശം എത്ര രൂപ വരെയൊക്കെയുള്ള വരാവുന്ന വണ്ടികളുണ്ട്? നമുക്കൊരു 6-7 വണ്ടിയാണ് നമ്മുടെ കിടപ്പുണ്ട്. അപ്പം ആ റേഞ്ചിനുള്ളവർക്ക് വേണ്ടിയുള്ള വണ്ടികൾ, വലിയ വണ്ടികൾ കാണിക്കണ്ട, അത് ഉണ്ടെങ്കിൽ തന്നെ കാണിക്കണ്ടെന്ന്. മാക്സിമം നമുക്ക് ഒരു 6-6.45-7 ബഡ്ജറ്റുള്ള വണ്ടി മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അത് മതി. അതാകുമ്പം ഒരു മിഡിൽ ക്ലാസ്സുകാർക്കും സാധാരണക്കാർക്കും എടുക്കാവുന്ന രീതിയിലുള്ള വണ്ടികൾ കാണിക്കാം. അപ്പം നീ മാന്യമായ വില പറയണം. കാരണം ഒന്നിപ്പോൾ വണ്ടികളുടെയൊക്കെ വില കുറഞ്ഞു, അതുകൊണ്ടും പിന്നെ 2 വർഷാവസാനമാണ്. അടുത്ത വർഷം വീണ്ടും ഇടിയും. പുതിയ വണ്ടിക്ക് വില കൂടത്തേ ഉള്ളൂ. അത് വരട്ടെ, അത് നോക്കണ്ട. നമ്മൾ യൂസ്ഡ് വണ്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾക്ക് പ്രയോജനം വരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ നീ മാക്സിമം കുറച്ച് പറയുക. അടുത്ത 2-3 ദിവസം കൂടി കഴിഞ്ഞ വർഷം തീർന്നു. അതുകൂടി മനസ്സിൽ കാണണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് എനിക്കും പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മുടെ 2009 മോഡൽ ഒരു ഓൾട്ടോ LXi വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 1,00,000 കിലോമീറ്റർ വണ്ടി ഓട്ടുണ്ട്. 2009 മോഡൽ ഓൾട്ടോ LXi ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 1,00,000 ഓടി. 1,00,000 മേളിൽ പോയിട്ടുണ്ട്. ഓക്കെ. ടെസ്റ്റ് കഴിഞ്ഞ് 2029 ഓഗസ്റ്റ് വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 29 ഓഗസ്റ്റ് വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2009 മോഡൽ ഓൾട്ടോ LXi. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടേക്കുന്നത്, അതേപോലെ സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വളരെ നീറ്റാണ്. ടയർ കണ്ടീഷൻ എങ്ങനെയാണ്? നാലും പുത്തൻ ടയർ അടക്കം. പുത്തനല്ല, അത്യാവശ്യം നല്ല ടയറാണ്. റീപ്ലേസ്മെന്റ് മേജർ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ മാറിയിട്ടുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മാറിയതാണ്. ആക്സിഡന്റ് അല്ല, ഡോണറ്റോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചോദ്യം എങ്ങനെ വില? ഇത് നമുക്കൊരു 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നെഗോഷിയേറ്റ് കൊടുക്കാൻ പറ്റും. ചെറിയ തോതിൽ പിന്നെ കുറച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2009 മോഡൽ 29 രൂപ ഉള്ള വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 29 വരെ പിന്നെ നോക്കണ്ട. അടുത്ത 2007 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്. 27 ഫെബ്രുവരി മാർച്ചിനുണ്ട് ഈ പേപ്പർ. 2007 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടി. ടയർ കൊള്ളാം, നല്ല ടയറാണ്. ബാക്ക് ടയർ നോക്കിയാലൊക്കെ ടയേഴ്സ് കൊള്ളാം. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, സീറ്ററും കാണാനുള്ള വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തൊന്നുമില്ല. സർവീസ് ചെയ്തിട്ടില്ല അല്ലേ? വാഷിംഗ് പോളിഷിംഗ് ചെയ്യണം. വണ്ടി വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വൃത്തിക്കുറവ് കാണാണ്ട്. എന്നാലും വണ്ടിയുടെ കണ്ടീഷൻ വെച്ചിട്ട് കൊള്ളാം, കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ എന്താണ് ഇളകി പോയോ? അത് പെയിൻറ്റ് പോയതോ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 65 രൂപ കൊടുക്കാം. 65,000. 27 പേപ്പറിനുണ്ടെങ്കിൽ നമുക്ക് 67 രൂപ കൊടുക്കാം. അതായത് 26, 27. ഓക്കെ. 26 എന്ന് പറയുമ്പം 27 എന്ന് പറയുമ്പം ഈ 26 ആയല്ലോ. 2 വർഷം ഇനി തയ്ച്ച് പറയാൻ പറ്റത്തില്ല. അടുത്ത 2015 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi വണ്ടി, വെറും 54,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2015 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. 54,362 കിലോമീറ്റർ.
ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ. ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളും ബാക്ക് ക്യാമ്പെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സറീസ് ഉള്ള സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് അങ്ങനെ ഒരുപാട് എക്സറീസ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അത്യാവശ്യം ഫിനാൻസ് സൗകര്യം കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? നമ്മൾ 4 ലക്ഷം രൂപ എക്സ്പെക്ട് ചെയ്യുന്ന വണ്ടിക്ക്. 4 ലക്ഷം രൂപ എക്സ്പെക്ടേഷൻ മാത്രമാണ്, പിന്നെ കുറയല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ചെറിയ തോതിൽ. അപ്പോൾ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇത് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 10-50,000 രൂപ നമുക്ക് സൂട്ട് ഇറക്കാം. 50 രൂപ? 50 രൂപ 50 രൂപയ്ക്ക് അകത്ത് മതി. പിന്നെ കസ്റ്റമറുടെ സിവിൽ സ്കോറും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക്. അടുത്തുണ്ടല്ലോ ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി, ന്യൂ ഷേപ്പ് ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി 2023 കേട്ടൺ VXI പ്ലസ് ഓട്ടോമാറ്റിക്. പുതിയ മോഡൽ. പുതിയ മോഡൽ. എന്ത് ഓടി? ഇത് 46,000 കിലോമീറ്റർ. 46,000 ടയറാണോ അപ്പോൾ കിടക്കുന്നതൊക്കെ? എടാ കേട്ടില്ല. ഫസ്റ്റ് ടയറാണോ കിടക്കണേ? ഫസ്റ്റ് ടയർ കിടക്കുന്നത്. അതാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളും വണ്ടിക്ക് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. അതുകൂടാതെ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,15 കൊടുക്കാം. 4,15,000 രൂപയ്ക്ക്. അതിനകത്ത് നമുക്കൊരു 4 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഇത് ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ ഏകദേശം എത്ര ആയി കാണും? ഓൺ റോഡ് എനിക്കത് 7 രൂപയ്ക്കകത്ത് വണ്ടി വിലയുണ്ട്. 7 രൂപയ്ക്കകത്ത്. 7 രൂപയ്ക്ക് ഇപ്പോൾ വണ്ടി. 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ 800 LXI വേരിയൻ്റാണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓണർഷിപ്പ്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല? സീറ്റ് കവർ ചെയ്തിട്ടില്ല. മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. സീറ്റ് കവർ ചെയ്തിട്ടുള്ള വണ്ടിക്കകത്ത്. ചൂടോ പവറിൻ്റെ ആണ്. സീറ്റർ ഓൾറെഡി വണ്ടിക്കകത്തുണ്ട്. അതിന് നമ്മൾ റിമൂവ് ചെയ്തതാണ്. റിമൂവ് ആക്കിയതാണ്. ഈ നല്ല ടയർ ഇടാം. ആ സീറ്റ് കവർ നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാൻ തയ്യാറാണോ? കേട്ടില്ല. ഈ റിമൂവ് ചെയ്തെന്ന് പറയുന്ന സീറ്റ് കവർ ഇട്ട് കൊടുക്കാൻ തയ്യാറാണോ? ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്. റേറ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. എത്ര ചോദ്യം? ഇപ്പോൾ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്തതാണത്. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്കൊരു 1,65 കൊടുക്കാം. 1,60. 2012 മോഡൽ 13 മോഡൽ ഓൾട്ടോ 800 LX. 2020 മോഡൽ ബ്രസ LXI കൺവേർട്ട് ചെയ്ത് ZXI, അതായത് അലോയ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് കയറ്റിയ വണ്ടി. 2020 മോഡൽ ബ്രസ LXI വേരിയൻറ്റ്. ഓടോ പവറിൻ്റെ ഇമ്പിൾട്ട് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, 4 അലോയ്സ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അതുണ്ട്. കറക്റ്റ് കിലോമീറ്റർ നോക്കുകയെന്ന് പറഞ്ഞാൽ 43,600 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും നമുക്ക് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. എത്ര ചോദ്യം? എത്ര ഇത് നമുക്ക് ചോദിക്കുന്നത് 6,50,000 രൂപ. 6,50,000 രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. 50 രൂപയാണ് ഇറങ്ങാം. 50 രൂപയാണ് ഇറങ്ങാം. 2020 മോഡൽ ബ്രസ. 2023 റെനോൾട്ട് ട്രൈബർ RX 6 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് സൗണ്ട് സീറ്റർ. 7 സീറ്റർ. അത്യാവശ്യം മോഡലൊരു സൗണ്ട് സീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. വെറും 16,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2023 മോഡൽ റെനോൾട്ട് ട്രൈബർ RX 6 ഓട്ടോമാറ്റിക് സൗണ്ട് സീറ്റർ വണ്ടി. എത്ര മൈലേജ് ആണ്? മൈലേജ് കമ്പനി പറഞ്ഞാൽ 20-21 പറയാം. നമുക്കൊരു 18-19 റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നീറ്റ് വണ്ടി. വെറും 16,000 കിലോമീറ്ററിലുണ്ട് ഓട്ടുള്ളൂ. നീറ്റ് വണ്ടി. ഫസ്റ്റ് ടയറൊക്കെ ആണല്ലേ? ഫസ്റ്റ് ടയർ കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 6,40,000 രൂപ. അതിനകത്ത് നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് 6 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ കൊടുക്കാൻ പറ്റും. റെനോൾഡ് ട്രൈബർ 2015 മോഡൽ സ്വിഫ്റ്റ് VXI സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വെറും 37,000 കിലോമീറ്റർ. 37 ജെനുവിൻ കിലോമീറ്റർ കറക്റ്റ് 37,800 കിലോമീറ്റർ മാത്രം. 2015 മോഡൽ സ്വിഫ്റ്റ് VXI 37,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഒരു കാര്യം റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 4,15 കൊടുക്കാം. 4,15. എന്തെങ്കിലും കുറയൂടെ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ അതിനകത്തും കൊടുക്കാം. മാറ്റം ഉണ്ടാവും. 2015 മോഡൽ സ്വിഫ്റ്റ് VXI സെക്കൻഡ് ഓണർ വെറും 37,000 കിലോമീറ്റർ മാത്രം. ടച്ച് പോളിഷൊക്കെ ചെയ്തിട്ടേക്കാണോ? ഒരു ചെറിയ പെയിൻറ്റിങ് വർക്കാണ്. നമ്മൾ പെയിൻറ്റിങ് വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുക. ഇനി ഒന്നുകൂടെ പോളിഷൊക്കെ ചെയ്യാനുണ്ട്. പോളിഷും കൂടെ ചെയ്ത് വണ്ടി നമുക്ക് നീറ്റാക്കി ഇറക്കാം. ടയർ ബാക്ക് ആവറേജ് ആ റേഞ്ച് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് പുതിയ ടയറാണ്. ഫ്രണ്ട് നല്ല ടയറാണ് കിടക്കുന്നത്. അതെ. അത്ര പോലെ ഫ്രണ്ട് ബമ്പർ പെയിൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് വണ്ടി ക്ലീൻ ആക്കിയിട്ടേക്കും. ഒന്നും ചെയ്യേണ്ട വണ്ടിയിൽ. പെട്രോൾ ഒഴിക്കുക ഓടിക്കുക ഒന്നും ചെയ്യണ്ട. 2018 മോഡൽ കേട്ടൺ ഓട്ടോമാറ്റിക്. 2018 മോഡൽ കേട്ടൺ ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല.
2018 മോഡൽ ഓൾട്ടോ കേട്ടൺ വെറും 43,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ്. അതിൽ കുഞ്ഞു ഓട്ടോമാറ്റിക് നോക്കി നടക്കുന്നത്. വണ്ടിക്ക് വേറെ അപാകതകളൊന്നുമില്ല. അത്യാവശ്യം ആക്സറീസ് ഉള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi ഓട്ടോമാറ്റിക് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദ്യം? നമുക്കൊരു 3.5 ബഡ്ജറ്റിന് കൊടുക്കാം. 3.5. എത്ര നമുക്ക് ഇറക്കാം? ഒരു 10-30 ഡൗൺ പേയ്മെന്റ് തൊട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. 30,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. അടുത്ത 2013 മോഡൽ ഡിസയർ ഡീസൽ, 2013 ഡിസയർ ഡീസൽ VDI വേരിയൻ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വെറും 41,000 കിലോമീറ്റർ മാത്രമേ വണ്ടി. 41 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയൊക്കെ അത്ര 41,940 കിലോമീറ്റർ, 42,000 കിലോമീറ്റർ കൂട്ടിക്കും. അതാ പറഞ്ഞേ, ഇത്രയും വർഷമായില്ലേ. 2013 മോഡൽ ഡീസൽ ഡിസയർ VDI വേരിയന്റ് വെറും 41,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. നീ തന്നെ എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എന്താണ് ഡീസൽ വണ്ടി ഇത്രയും ഓടിയോന്ന് ഞാൻ ചോദിക്കുമ്പോൾ നീ എന്നോട് ചോദിക്കാറുണ്ട്. ഡീസൽ ഓടിയിലും കുഴപ്പമൊന്നുമില്ല. അതാ പറഞ്ഞേ, ഓടിയിലും കുഴപ്പമില്ല. അത്യാവശ്യം ഓടണം. ഓടിയിലും കുഴപ്പമൊന്നുമില്ല. ഡീസൽ വണ്ടി ഇനി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 390 കൊടുക്കാം. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്, പക്കാ ജെന്യൂൻ. അടുത്തുണ്ട് സ്വിഫ്റ്റ് VXi 2014 മോഡൽ, 1,13,000 കിലോമീറ്റർ വണ്ടി ഓട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിളാണ്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. വണ്ടി 1,00,000 കിലോമീറ്റർ ഓട്ടുണ്ട്. നമ്മൾ അതിനുള്ള റേറ്റ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. എത്രയാണ് റേറ്റ്? അതാദ്യം നമുക്കൊരു 320 കൊടുക്കാം. 14 മോഡൽ സ്വിഫ്റ്റ്. 320. 2014 മോഡൽ സ്വിഫ്റ്റ് ആകും 320 കൊടുക്കാം. നമുക്ക് ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. VXi ആണ് വണ്ടി. വണ്ടി കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഡോറ് എനിക്ക് എത്രയും കൂടെ നല്ല ഫീലില്ല. ഓടിയില്ലേ അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഇൻ കേസ് ആരെങ്കിലും ഈ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ കാര്യം ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, തീർച്ചയായും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 320 കൊടുക്കാം. ആദ്യം എന്തെങ്കിലും കുറയുമോ? കുറച്ചുകൂടെ കൊടുക്കാം. ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല. ഒരു ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വണ്ടി, 2012 മോഡൽ വണ്ടി. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2012 മോഡൽ ഓൾട്ടോ LXi വേരിയൻറ്റ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വണ്ടിക്കകം സീറ്റ് കവർ ഉപയോഗിച്ച് പഴകിയേണ്ട ഒരു ഇതുണ്ട്, ചില അഴുക്ക് പോലെ. അല്ലാതെ വേറെ ഒന്നുമില്ല, കീറിയിട്ടൊന്നുമില്ല. ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. 2011-12 രജിസ്ട്രേഷൻ വണ്ടി. 12. ഓക്കെ. അതേപോലെ ഉണ്ട്. ഇതിൻ്റെ വൈറ്റ് കളറിന് ബ്ലൂ ആണെങ്കിൽ 2012 മോഡൽ ബ്ലൂ കളറും കിടപ്പുണ്ട്. സെയിം തന്നെ നമുക്ക് 1,10 കൊടുക്കാം. വില ഒന്ന് തന്നെ? 1,10, 1,10 തന്നെ. ഇതും 11-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എന്തോ ഓടി ഇത് കിലോമീറ്റർ? ഓണർഷിപ്പ് എത്രയാണ്? ഓണർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ആണ്. ടയർ അത്ര അങ്ങോട്ട് പോരാ. 1,00,000 കിലോമീറ്റർ. 1,00,000. ഇതിൽ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. 27 ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്ക് അതൊന്നുമില്ല. വണ്ടി കൊള്ളാമല്ലേ, കാണാൻ കൊള്ളാം, വൃത്തിയാണ്. നീറ്റ് വണ്ടി. എത്ര ചോദിക്കുന്നത്? 1,10. ഇത് 1,10 റേഞ്ച് വരത്തുള്ളൂ. പറയത്തക്ക അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനൊന്നുമില്ല. പിന്നെ ഓൾട്ടോ 800 നോക്കുന്നവർക്കുണ്ട്. 2018 മോഡൽ ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പ്. നമുക്കൊരു 260, 265 ആ റേഞ്ചിനെ കൊടുക്കാൻ പറ്റിയ വണ്ടി നമുക്ക്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ, AC പോസ്റ്റ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ സീറ്റ് വരും കാണാനെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ എന്താണ് ഒരു സൗണ്ട്? അതാ വിജാഗിരി ഇടുന്നുണ്ട്. ഈ മാറ്റ് ഈ ഫ്ലാപ്പ് പൊട്ടിച്ച് തെറ്റിപ്പോയി. ഇത് അത് തെറ്റിപ്പോയി. അതിൻ്റെ സൗണ്ട് അത് വെച്ച് മാറ്റി ഒട്ടിക്കണം. അങ്ങോട്ട് ഒട്ടിച്ചറിയാതെ ഒട്ടിച്ച്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിച്ചേ? 265. ഏത് മോഡലാണ്? 18 മോഡൽ. 18. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത വിലയ്ക്കൊക്കെ ഉള്ള, കുറഞ്ഞ വിലയിലൊക്കെ ഉള്ള വണ്ടികളാണ് തോനെ കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരത്തിൽ വില കുറഞ്ഞ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വില കൂടിയ വണ്ടി ഉണ്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളും കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് കൂടിയാണ് ഒരുപാട് വണ്ടികളിലോട്ട് പോകാത്തത്. എന്നാലും നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.